Hi dears, how are you? I think all of you fine. In the last class discussed about food, functions of food, nutritional factors and nutritional science, nutrients components of food and protein. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ന്യൂട്രിയൻ കോമ്പോണൻസ് ഓഫ് ഫുഡ്, ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ. അത് നമ്മൾ ഫസ്റ്റ് വൺ പ്രോട്ടീൻ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നതാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്. സ്റ്റാർച്ചി ഫുഡ്, ഷുഗർ ആൻഡ് ഫ്രൂട്ട്സ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിൻ്റെ മെയിൻ സോഴ്സസ് ആണ് സ്റ്റാർച്ചി ഫുഡ്, അതായത് അന്നജം അടങ്ങിയിട്ടുള്ള ഫുഡ്, ഷുഗർ, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് എന്ത്? കാർബോഹൈഡ്രേറ്റിൻ്റെ ഉറവിടങ്ങൾ. ഈ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബോഡി ഫങ്ഷൻസിന് നമ്മൾ എന്തുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ് ആർ നെസസറി ഫോർ ദ ബോഡി മെയിൻറ്റെയിൻ ഹീറ്റ് മെറ്റബോളിസം. അതായത് നമ്മുടെ ശരീരത്തിലെ താപം നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മുടെ ഹീറ്റ് മെറ്റബോളിസം, നമ്മുടെ ബോഡിയിലെ ഹീറ്റ് മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. സെക്കൻഡ് വൺ, ടു സാറ്റിസ്ഫൈ ഹങ്കർ, അതായത് വിശപ്പ് തൃപ്തിപ്പെടുത്തുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ദ ലാസ്റ്റ് വൺ, ടു റെഗുലൈസ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നിയന്ത്രിക്കുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കൂടി ചേർന്നതാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്. സ്റ്റാർച്ചി ഫുഡ്, ഷുഗർ ആൻഡ് ഫ്രൂട്ട്സ് ആർ മെയിൻ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ നമ്മുടെ ഫങ്ഷൻസ്, ബോഡി ഫങ്ഷൻസിനെ ഏതൊക്കെയാണ് സഹായിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ആർ നെസസറി ഫോർ ദ ബോഡി ടു മെയിൻറ്റെയിൻ ഹീറ്റ് മെറ്റബോളിസം, ടു സാറ്റിസ്ഫൈ ഹങ്കർ, ടു റെഗുലൈസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് കോമ്പോണൻസ് ആണ് ഫാറ്റ്. ഫാറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എനർജി ദാറ്റ് പ്രൊവൈഡ്സ് മോർ എനർജി. ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജം കൂടുതൽ അളവിൽ നിൽക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് എന്ത്? ഫാറ്റ്. ഇനി ഫാറ്റിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മിൽക്ക്, ബട്ടർ, ഘീ, പീനട്സ്, കോക്കനട്ട് ഓയിൽ, വനസ്പതി, എഗ്, ലിവർ, മീറ്റ്, ചോക്ലേറ്റ് ആർ ദ സോഴ്സ് ഓഫ് ഫാറ്റ് ഇൻ ഫുഡ്. ഓക്കെ, ഫാറ്റ്സ് ആർ ടു ടൈപ്സ്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. ഫാറ്റ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, പൂരിതമായതും അപൂരിതമായതും. സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻക്രീസ് ദ കൊളസ്ട്രോൾ കണ്ടൻറ്റ് ഓഫ് ദ ബ്ലഡ്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അതായത് വർദ്ധിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഇത് സാച്ചുറേറ്റഡ് ഫാറ്റ്. ഫോർ എക്സാമ്പിൾ ഓയിൽ, ഘീ, ലിവർ, മീറ്റ് എക്സെട്ര. ഓക്കെ, യൂഷ്വലി ദ ഫാറ്റ് ഡിറൈവ്ഡ് ഫ്രം പ്ലാനറ്റ് ആർ അൺസാച്ചുറേറ്റഡ്. അതായത് പ്ലാനറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഫാറ്റിനെ പറയുന്ന പേരാണ് എന്ത്? അൺസാച്ചുറേറ്റഡ്. ഫോർ എക്സാമ്പിൾ ഒലീവ്, പീനട്ട്, അവക്കാഡോ, നട്ട്സ് സച്ച് ആസ് പീനട്ട് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തത്, അതായത് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഊർജ്ജം കൂടുതൽ അളവിൽ നൽകുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് എന്ത്? ഫാറ്റ്. ഫാറ്റ് രണ്ട് തരത്തിലുണ്ട്, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റ് ഒരുപാട് ഫിസിക്കൽ ഫങ്ഷൻസിന് എന്തുണ്ട്? സഹായകമാകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്. ഗീവ് ദ ബോഡി ദ എനർജി ഇറ്റ് നീഡ്സ്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, മേക്ക് ദ ബോഡി യൂസ് വിറ്റാമിൻ എ ഡി ഇക്ക്, നമ്മുടെ ബോഡിയിൽ വിറ്റാമിൻ എ ഡി ഇക്ക് എന്തുണ്ട്? സാധ്യമാകുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ എന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ, മേക്ക് ദ ഫുഡ് ഡെലീഷ്യസ്, ഫുഡ് നല്ല രുചികരമാക്കുന്നതും ആരാണ്? ഫാറ്റാണ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ന്യൂട്രിയൻ കോമ്പോണൻസ് ആണ് മിനറൽസ്. മിനറൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിൽ നോർമൽ ഫങ്ഷൻസ് സാധ്യമാകുന്നതിന് എന്താവശ്യമാണ്? മിനറൽസ് ആവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂ. അതായത് നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുവാനും അതിൻ്റെ ഗ്രോത്തിനൊക്കെ എന്താ ആവശ്യമുണ്ട്? മിനറൽസ് ആവശ്യമുണ്ട്. സം ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആർ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, അയഡിൻ എക്സെട്ര. പ്രധാനപ്പെട്ട മിനറൽസുകളാണ് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, അയഡിൻ. ഓക്കെ, മിനറൽസ് ആർ ദ ന്യൂട്രിയൻ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ശരീരത്തിലുടനീളം കാണപ്പെടുന്ന പോഷകങ്ങളാണ് എന്ത്? ധാതുക്കൾ. കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ആർ ഫൗണ്ട് മോസ്റ്റ്ലി ഇൻ ബോൺസ് ആൻഡ് ടീത്ത്. കാൽസ്യവും ഫോസ്ഫറസും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ബോൺസിലും ടീത്തിലുമാണ്.
അയൺ ഈസ് കണ്ടൻറ്റ് ഇൻ ദ ഹീമോഗ്ലോബിൻ. അതായത് ഹീമോഗ്ലോബിനിൽ അയൺ എന്തുണ്ട് അടങ്ങിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ ഈസ് എ കെമിക്കൽ ദാറ്റ് ഗിവ്സ് റെഡ് കളർ ടു ബ്ലഡ്. ബ്ലഡിൽ റെഡ് കളർ നൽകുന്ന ഒരു രാസവസ്തുവാണ് എന്ത് ഹീമോഗ്ലോബിൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിനറൽസ്. അതായത് മിനറൽസുകളുടെ സവിശേഷതകൾ. ഫസ്റ്റ് വൺ, കുക്കിംഗ് മെത്തേഡ് ഡു നോട്ട് ഡാമേജ് ദം. നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട് വാട്ടർ അല്ലേ, അതുകൊണ്ട് എന്താ അത് ഡാമേജ് ആവുന്നുണ്ടോ? വാട്ടർ ഇല്ല. ഓക്കെ. സെക്കൻഡ് വൺ, കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് വിച്ച് ആർ ഫൗണ്ട് മോസ്റ്റ്ലി ഇൻ അവർ ബോഡി ആർ കാൾഡ് മാക്രോ മിനറൽസ്. അതായത് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മിനറൽസാണ് ഇത് കാൽസ്യവും ഫോസ്ഫറസും. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് എന്ത് മാക്രോ മിനറൽസ്. ഓക്കെ. വൈൽ മാംഗനീസ് ആൻഡ് അയഡിൻ ആർ ഫൗണ്ട് ഇൻ സ്മാൾ എമൗണ്ട് ആർ കാൾഡ് മൈക്രോ മിനറൽസ് ഓർ ട്രൈസ് മിനറൽസ്. നമ്മുടെ ബോഡിയിൽ സ്മാൾ എമൗണ്ടിൽ മാത്രം ആവശ്യമുള്ള ഒന്നാണ് എന്ത് മാംഗനീസും അയഡിനും. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് മൈക്രോ മിനറൽസ് അല്ലെങ്കിൽ ട്രൈസ് മിനറൽസ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് മിനറൽസ് വർക്ക് ടുഗദർ ടു പെർഫോം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ ദ ബോഡി. മിനറൽസുകൾ കൂടി ചേർന്നിട്ട് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷൻസിന് എന്തുണ്ട് സാധ്യമാകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റെഗുലേറ്റ് ദ വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ വാട്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഫോർ മസിൽ ആക്ടിവിറ്റി, അതായത് മസിൽ പേശികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. ഫോർ നെർവ് ആക്ടിവിറ്റി, നാഡീനരമ്പുകളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. ബ്ലഡ് ക്ലോട്ടിങ്, നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ, മെയിൻറ്റെയിൻ എ ഹെൽത്തി ഇമ്മ്യൂണി സിസ്റ്റം. നല്ലൊരു ഇമ്മ്യൂണി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനെന്നുണ്ട് നമ്മളെ മിനറൽസ് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂട്രിയൻസ് കോമ്പോണൻസിലെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറൽസ്. ഇത്ര ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.